കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഒരാൾ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. ഇവർ നമ്മളെ കളിയാക്കോ, കഷണ്ടിന്ന് വിളിക്കോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ആയിരിക്കും നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇപ്പോൾ മുടി വെച്ചാൽ പറ്റി ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് DM ഒന്ന് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. എടാ, നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടോ? നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ജന്മത്ത് നിങ്ങളുടെ മുടി ഒഴിച്ചിൽ മാറാനും പോണില്ല, അതിനൊരു സൊല്യൂഷൻ കിട്ടാനും പോണില്ല. എടാ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. എടാ, നമ്മൾ മുടി കൊഴിയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കേൾക്കുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി. എടാ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എടാ, അതുകൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയണം അങ്ങനെ പറഞ്ഞ് കുറേ പേരുണ്ട്. എനിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഏറ്റവും അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി അങ്ങോട്ട് കൊഴിഞ്ഞ് ഇല്ലാതായി പോടാ, കൊഴിഞ്ഞൊരു രക്ഷയില്ലാണ്ടായി പോവും. പിന്നെ അതേപോലെ എല്ലിന് പ്രശ്നം ഉണ്ടാവും, ഡിസ്കിന് പ്രശ്നം ഉണ്ടാവും, അതേപോലെ തന്നെ മുട്ടുവേദന, അതുപോലെ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ടിഷ്യൂ കുറേ കാര്യങ്ങൾ വരും. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മാറൂല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ വൈറ്റമിൻ ഡിയിൽ. എടാ, ഈ വൈറ്റമിൻ ഡിയുടെ നോർമൽ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 തുടങ്ങി ഒരു 100 വരെയുള്ള റേഞ്ചാണ്. 30 തുടങ്ങി ഒരു 100 വരെയുള്ള റേഞ്ച്. ഞാൻ കുറേ പ്രാവശ്യം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടാ. എടാ, ചില ലാബുകളിൽ ഒരു 75 തുടങ്ങി 250 വരെ, ഒരു 75 തുടങ്ങി 250 വരെ ചില ലാബുകളിൽ. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 നമുക്ക് വേണോടാ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഒരു 60 വേണം. ഇപ്പോൾ 30 ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല, വൈറ്റമിൻ ഡി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതൊരു 40 ആയാൽ പോലും നിങ്ങളുടെ ഹെയർ ഫോൾ പൂർണ്ണമായിട്ട് മാറാനൊന്നും പോകണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു 60 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡി കിട്ടാനുള്ള സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ്. മെയിനായിട്ടുള്ള കാര്യം സൺലൈറ്റ് ആണ്ടാ. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാലല്ലേ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വൈറ്റമിൻ ഡി കുറവായിട്ട് നീ ഒരു ഡോക്ടറിനെ ചെന്ന് കാണുകയാണ്. വൈറ്റമിൻ ഡി കുറവായിട്ട് നീ ഡോക്ടറിനെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ നിനക്കൊരു വൈറ്റമിൻ D3 എന്ന് പറഞ്ഞൊരു സപ്ലിമെൻറ്റ് വരും. ആ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 250 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ നിനക്ക് തന്നെ അത് ആഴ്ചയിൽ ഒരെണ്ണം കഴിക്കാനുള്ളതായിരിക്കും. അത് 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു സപ്ലിമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ 2 മാസം കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യണം.